കനത്ത വെള്ളക്കെട്ടിൽ വലഞ്ഞ് തൃശൂർ നഗരം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയുടെ പ്രവർത്തനം മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇക്കണ്ടവാരി റോഡും മുണ്ടുപാലം റോഡും കനത്ത വെള്ളക്കെട്ടിലായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. ജില്ലയിലെ മലയോര മേഖലകളെ വിറപ്പിച്ച് പേമാരി. പാലപ്പള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. പുത്തൂർ പുത്തൻതോട് കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം 2.5 മണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചല്ലെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. ഓണത്തോടനുബന്ധിച്ചുള്ള പുലിക്കളി മഹോത്സവത്തിന് കോർപ്പറേഷൻ ഒരുക്കങ്ങൾ തുടങ്ങി. ഈ വർഷം മുതൽ മികച്ച പുലിവരയ്ക്കും സമ്മാനം നൽകുമെന്ന് കോർപ്പറേഷൻ. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന യുവതിയെ ഓടിച്ചു. അസരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ പെയ്ത അതിശക്തമായ മഴയിൽ പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. പുലർച്ചെ മുതൽ തുടങ്ങിയ കോരിച്ചൊരിയുന്ന മഴയിലാണ് നഗരത്തിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശ്വിനി ആശുപത്രിക്ക് പിൻവശമുള്ള അക്വാട്ടിക് ലൈനിലുള്ള 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. വെള്ളക്കെട്ടിൽ അകപ്പെട്ടവരെ വീട്ടിൽ നിന്നും വയോധികനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വീടിന് പുറത്തെത്തിച്ചത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാറ്റിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. അശ്വിനി ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലും പരിസരത്തും വെള്ളം കയറിയതിനെ തുടർന്ന് 1 മണിക്കൂറോളം ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അതേസമയം വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറാൻ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്താണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക്. വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. പൂങ്കുന്നം, പെരിങ്ങാവ്, ഇക്കണ്ടവാരി റോഡ്, സ്വരാജ് റൌണ്ട് എന്നിവിടങ്ങളിലും വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങൾ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അധികൃതർ സന്ദർശിച്ചു. അശ്വിനി ആശുപത്രിക്ക് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. ഇത്രയേറെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. ഇപ്പോഴും മുട്ടിനൊപ്പം വെള്ളമാണ്. ഇവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റിയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയസ്സായവരെ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വെള്ളത്തിലേക്ക് എത്തി. വീട്ടിലുള്ളവരെല്ലാം മാറ്റി. അമ്മ ഹോസ്പിറ്റലാണ്. മോളെ അങ്ങോട്ട് ലാബിൻ്റെ അവിടേക്ക് മാറ്റി. മോൻ ക്ലാസ്സിൽ പോയിക്കണം. ഞാനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നേരത്തെയും അശ്വിനി ആശുപത്രിക്ക് സമീപം കനാലിലെ തടസ്സം മൂലം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ഇടവേളയിൽ ആ വെള്ളക്കെട്ട് ഒഴിവായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ എന്താവും കാരണം? എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ടൗണിൽ പെയ്യുന്ന എല്ലാ വെള്ളം ഈ വഴിക്കാണ് വരിക. പെട്ടെന്ന് വെള്ളം കയറി വരുന്നത്. എന്തെങ്കിലും ബ്ലോക്ക് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്തേക്കുള്ള ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മുട്ടറ്റം വെള്ളം അകത്തും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇത് അശ്വിനി ആശുപത്രിക്ക് സമീപം മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ തൃശ്ശൂർ നഗരത്തിലെ അഴുക്കുചാലുകളിലും മറ്റുമെല്ലാം കലങ്ങി മറിഞ്ഞ വെള്ളം വരുമ്പോൾ പകർച്ചവ്യാധി ഭീഷണി കൂടി ഇവിടെ നേരിടുന്നുണ്ട് എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഒരു ആശങ്ക അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. വെള്ളം എത്ര വരെ?
ഇതിപ്പോൾ ഈ ഒരു അളവിൽ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു അരയ്ക്കൊപ്പം വെള്ളം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7 മണിക്ക് പെയ്ത മഴയാണ്. 7 മണിക്ക് പെയ്ത മഴയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ അവസ്ഥയാണ്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാവും, വീടുകളിലേക്കൊക്കെ വെള്ളം കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ കോറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ സെൻറ്റർ ഓഫ് സിറ്റി ആണല്ലോ. അപ്പോൾ ഇത്രയും ആയിട്ടൊരു സൊല്യൂഷനും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാതിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിവേദനം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കളക്ടറിൻ്റെ അവിടെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത് ഒരു തവണ മാത്രമല്ല, തുടർച്ചയായി പലപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. തൃശൂർ മുണ്ടുപാലം റോഡിലെ വെള്ളക്കെട്ടിൽ നിരവധി ചെറുവാഹനങ്ങൾ തകരാറിലായി. മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്ന് ആക്ഷേപം. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന ദുരിതവും പതിവ് കാഴ്ചയാവുകയാണ്. ഇപ്പോൾ മുണ്ടുപാലം റോഡിലെ ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കും. ചെറിയ വാഹനങ്ങൾ ധാരാളമായി പോവുകയും ഇതേസമയം അത് തകരാറിലാവുകയും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും മുണ്ടുപാലം റോഡിലെ ഈ വെള്ളക്കെട്ട് ഇത് തൃശൂർ നഗരത്തിൻ്റെ ഒരു പതിപ്പായി മാറുകയാണ്. സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാവുകയാണ്. ഇതിനെ തുടർന്ന് ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തത് മൂലമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ള പരാതി വ്യാപകമാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് സമീപത്തുള്ള വീടുകളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി, പ്രത്യേകിച്ച് നഗരത്തിലെ ജലം നിറഞ്ഞ കാനയിലുള്ള വെള്ളമെല്ലാം കൂടി ചേർന്നാണ് ഈ വീടുകളിലേക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പകർച്ചവ്യാധി ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ മഴക്കാല പൂർവ്വകാല ശുചീകരണം കൃത്യമായി നടത്താത്തത് മൂലമാണ് ഇത്തരം സ്ഥിതി സംജാതമാകുന്നത് എന്നുള്ള പരാതി ഉയർന്നു കഴിഞ്ഞു. ഈ വെള്ളക്കെട്ടിൽ തന്നെ രാവിലെ മുതൽ ആരംഭിച്ച് ഈ വെള്ളക്കെട്ടിൽ തന്നെ ചെറുവാഹനങ്ങൾ ധാരാളം തകരാറിലായി. ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും, ചില ബൈക്കുകൾ ഈ വലിയ വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ടായി. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിലെ റോഡുകളിൽ ഉണ്ടാകുന്ന ചെറിയ കുഴികൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ചെറിയ ബൈക്കുകൾ മഴ മൂലം ഇവിടെ കുഴി കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നതുണ്ടായിരുന്നു. നമ്മൾ കൺമുന്നിൽ തന്നെ 1-2 ബൈക്കുകൾ മറിഞ്ഞു വീഴുകയും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സ്ഥിതി തുടരുമ്പോൾ തൃശ്ശൂർ നഗരവാസികൾ പ്രതിഷേധം രൂക്ഷമാക്കുകയാണ്. കാരണം മുൻകാലങ്ങളിൽ 2018 പ്രളയകാലത്ത് പോലും ഉയരാത്ത വെള്ളക്കെട്ട് പലപ്പോഴും ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ്. ഈ വെള്ളക്കെട്ട് തുടരെയാകുമ്പോൾ ചെറിയ മഴയിൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ട് ഒഴിയാൻ വലിയ കാലതാമസം നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനുള്ള ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി കോർപ്പറേഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ. കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതാണ് നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കാനകളും തോടുകളും എല്ലാ വർഷവും വൃത്തിയാക്കാറുണ്ടെങ്കിലും അത് കാര്യക്ഷമമായാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാത്തതിന്റെ തിക്തഫലമാണ് നഗരത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാനകൾ കൃത്യമായി മണ്ണെടുത്ത് വൃത്തിയാക്കിയിരുന്നെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നുവെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. കനത്ത മഴ ഉണ്ടാകുമെന്ന് വ്യക്തമായ കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിട്ടും ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുക്കാതിരുന്ന ജില്ലാ ഭരണകൂടം കുറ്റകരമായ കൃത്യവിലോപമാണ് കാണിച്ചതെന്നും കൗൺസിലർ കുറ്റപ്പെടുത്തി. ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ വെള്ളം കയറി. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള പീച്ചി ഉപകനാലിൽ ചപ്പുചവറുകൾ വന്ന് അടിഞ്ഞതോടെ വെള്ളം റോഡിലൂടെയാണ് കുത്തിയൊഴുകിയത്. തൃശൂർ കോർപ്പറേഷനിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. 200ഓളം പദ്ധതികളിലായി തോട് വൃത്തിയാക്കൽ നടത്തിയത് തട്ടിപ്പ് പ്രവർത്തികളാണെന്നും അദ്ദേഹം ആരോപിച്ചു. 5 കോടിയോളം രൂപ ഈ ഇനത്തിൽ ചെലവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാന റോഡുകളുടെ അരികിലുള്ള
കാനകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെന്ന് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. തൃശൂർ നഗരത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരപ്രാന്തങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുണ്ടുപാലം ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡും ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള റോഡും പരിസരത്തെ ഇട റോഡുകളും വെള്ളത്തിൽ മുങ്ങി. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് അവധി. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുതുക്കാട് മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. 5 മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാലപ്പിള്ളി, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ, ആലയങ്ങാട് പ്രദേശത്ത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത നേന്ത്രവാഴത്തോട്ടങ്ങളിലും പാടശേഖരങ്ങളിലും വെള്ളം കയറി. പാലപ്പിള്ളി, മൈസൂർ ഭാഗത്ത് മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകളിൽ കയറിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. കവരംപിള്ളി, നടാമ്പാടം എന്നിവിടങ്ങളിൽ തോട് കരകവിഞ്ഞ് വീടുകളിലും റോഡിലും വെള്ളം കയറി. ഭരത, ചെമ്പങ്കണ്ടം ഭാഗത്ത് മലവെള്ളപ്പാച്ചിലിൽ മാക്കിലക്കുളം തോടിന്റെ ബണ്ടിടിഞ്ഞ് തോട് ഗതിമാറി ഒഴുകി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ വെള്ളം കുതിച്ചെത്തിയതോടെ വ്യാപകമായി കൃഷി നശിച്ചു. കൂരിടി പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയതോടെ വരന്തരപ്പള്ളി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായി പെയ്തതോടെ വരന്തരപ്പള്ളി മേഖലയിലെ ചെറു റോഡുകൾ പലതും വെള്ളക്കെട്ടിലായി. ഇതോടെ വരന്തരപ്പള്ളി, പള്ളിക്കുന്ന്, വേലൂപ്പാടം സ്കൂളുകൾ നേരത്തെ വിട്ടു. പൂക്കോട്, കാവല്ലൂർ പാടം നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി. കുറുമാലി, മണലിപ്പുഴകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. TCV ന്യൂസ്, പുതുക്കാട്. മഴ ദുരിതം വിതച്ച തൃക്കൂർ പഞ്ചായത്തിലെ പാലയ്ക്കപ്പറമ്പ് VLP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഞെള്ളൂർ, പള്ളം ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത്. 20 കുടുംബങ്ങളിൽ നിന്നായി 76 പേരാണ് ക്യാമ്പിലുള്ളത്. പ്രദേശത്തെ 48 കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ട് ഭീതിയിലാണ്. വെള്ളിക്കുളങ്ങര പോത്തൻചെറിയിൽ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തൻചെറിയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തൻചെറിയിലെ പോട്ടക്കാരൻ രാമായി വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും മെറ്റലും കുത്തിയൊലിച്ചുപോയി. വീടുകളുടെ തറനിരപ്പ് വരെ വെള്ളം ഉയർന്നെങ്കിലും പിന്നീട് ഇറങ്ങി. പ്രളയകാലത്ത് പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ KR ഔസേപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പുത്തൂർ പുത്തൻകാട് തോട് കരകവിഞ്ഞതോടെ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വേലുക്കാരൻ വിൻസെന്റ്, പാത്രക്കട നാരായണൻ, ഫ്രാൻസിസ് പൊറത്തൂർ, ബാബു കൊല്ലേലി, വിജയൻ ആന്താനി, LC എലുവത്തിങ്കൽ, കൂമുള്ളി ശശി, ദാസൻ കല്ലാടത്തിൽ, സുബ്രഹ്മണ്യൻ വെളിയത്ത് പറമ്പിൽ, നോബിൾ തച്ചേലിക്കര,
ചിറയത്ത് ജോസ്, പഴുപ്പറമ്പിൽ റോയ് തുടങ്ങി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ കപ്പോളയുടെ സംരക്ഷണ ഭിത്തിയും തകർന്നു. മലയോര മേഖലയായ പുത്തൂരിലെ വിവിധ ഭാഗങ്ങൾ വെള്ളക്കെട്ടിലായി. പുത്തൂർ കോക്കാത്ത് കൈനൂർ റോഡിൽ വെള്ളം കയറി. വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വെട്ടുകാട് തമ്പുരാട്ടിമൂല റോഡ് വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കുള്ളിൽ വെള്ളം ഇരച്ചു കയറി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കമ്പനിയുടെ മതിലിടിഞ്ഞാണ് വെള്ളം ഇരച്ചു കയറിയത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വലക്കാവ് ഞാറക്കുറ റോഡ്, മൂർക്കനികര കണ്ണാറ റോഡിലും വെള്ളം കയറി. ഒല്ലൂർ ചീരാച്ചി റോഡിലും പുത്തൻപാടത്തും റോഡുകളിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. പുത്തൂരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ സാഹചര്യം വിലയിരുത്തുന്നതിന് റവന്യൂ മന്ത്രി കെ രാജൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തൃശൂർ താലൂക്ക് ഓഫീസിലും പുത്തൂർ പഞ്ചായത്തിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു. പഞ്ചായത്തിലെ ഏഴാങ്കല്ല് പള്ളി പരിസരത്തെ കനാലിലെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് കനാൽ ഭാഗം പൊട്ടിച്ച് അണ്ടർ ടണലിലേക്ക് വെള്ളം ഒഴുക്കിവിടാനും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കനാലിന്റെ ബ്ലോക്കുകൾ പൂർണ്ണമായും മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവര കണക്ക് അടിയന്തരമായി ശേഖരിക്കുവാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. ചേലക്കര വാഴക്കോട് റോഡിൽ ആറ്റൂർ കമ്പനിപ്പടിയിൽ മലവെള്ളപ്പാച്ചിലിൽ 3 കടകളിലേക്ക് വെള്ളം കയറി. 2 ഹോട്ടലുകളിലും ടൈലറിംഗ് കടയിലുമാണ് വെള്ളം കയറിയത്. വനമേഖലയിൽ നിന്നും വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചത്. റോഡ് നന്നാക്കിയിരുന്നുവെങ്കിലും ഈ ഭാഗങ്ങളിലുള്ള കാനകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. സംഭവം കൌൺസിലിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൌൺസിലർ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തിങ്കളാഴ്ചയാണ് ചാവക്കാട് നഗരസഭയുടെ വാഹനം കിഴക്കേ നടയിലെ സ്വകാര്യ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കിവിട്ടത്. ഇക്കാര്യം കൌൺസിൽ തുടക്കത്തിൽ ചർച്ച ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ VK സുജിത്ത് ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര കൌൺസിലായതിനാൽ വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. ഇതിനെ പ്രതിപക്ഷം എതിർത്തതോടെ ബഹളമായി. വിഷയം ചർച്ച ചെയ്യാതെ അജണ്ടയിലേക്ക് കടന്നതോടെ സുജിത്ത് ചെയർമാന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു. കാനയിലേക്ക് മലിനജലം ഒഴുക്കിയ വാഹനത്തിനെതിരെയും ലോഡ്ജ് ഉടമയ്ക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അനുവാദകനായി ശോഭ ഹരിനാരായണന് പ്രമേയം കൊണ്ടുവന്നത്. ചെയർമാൻ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഇരുവരും ഇറങ്ങിപ്പോവുകയായിരുന്നു. ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. ശുദ്ധീകരിച്ച വെള്ളമാണ് കാനയിലേക്ക് ഒഴുക്കിവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയ്ക്ക് പരാതിയില്ല. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസാണ് വിശദീകരിക്കേണ്ടത്. ഗുരുവായൂർ നഗരസഭ എന്നും ശുചീകരണത്തിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ലോഡ്ജിൽ നിന്ന് സെപ്റ്റിക് മാലിന്യം ട്രീറ്റ് ചെയ്ത് ദുർഗന്ധമോ മലിനമോ അല്ലാത്ത വെള്ളം കാനയിൽ ഒഴുക്കിയതിനെ തുടർന്ന് ചിലർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം പിടിച്ചെടുത്തു. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ നിന്ന് ട്രീറ്റ് ചെയ്ത വെള്ളം മലിനജലം അല്ലെന്നും ദുർഗന്ധം ഇല്ലാത്ത ഈ വെള്ളം കാന ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ഒഴുക്കാമെന്നിരിക്കെയാണ് ചില താൽപര്യത്തിന് പുറത്ത് പോലീസ് നടപടിയെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. യാതൊരു കൃത്യമായ നടപടികളും സ്വീകരിക്കാതെയാണ് വണ്ടി പിടിച്ചെടുത്തത്. ഗുരുവായൂർ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വണ്ടി പിടിച്ചെടുത്തത് എന്നാണ് ദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അത് തികച്ചും തെറ്റായ കാര്യമാണ്. അവിടെ ഒരു വിഭാഗം സാമൂഹ്യ ദ്രോഹികൾ ഈ വാഹനം പിടിച്ചെടുത്ത്, അതായത് വാഹനത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ കൂടി വരുത്തിക്കൊണ്ട് വാഹനം പിടിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് പോയത്. അതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അനധികൃത ടാങ്കറുകൾ ഉപയോഗിച്ച് മാലിന്യം ജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം തള്ളുന്നത് തടയാൻ സഹായകരമായ ചാവക്കാട് നഗരസഭയുടെ പദ്ധതിക്കെതിരെയുള്ള നീക്കം അപലപനീയമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ കെ മുബാറക്, MR രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് MV മുഹമ്മദ്, ഷാഹിന സലീം, പ്രസന്ന രണദിവെ, അബ്ദുൾ റഷീദ്, സെക്രട്ടറി ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർമാനായി മേയർ MK വർഗീസിനെയും വർക്കിംഗ് ചെയർമാനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജനെയും ജനറൽ കൺവീനറായി AR രാഹുൽനാഥിനെയും തിരഞ്ഞെടുത്തു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം മുൻവർഷത്തെ പോലെ ഈ വർഷവും 3,12,500 രൂപ നൽകും. പുലിക്കളി സമ്മാനത്തുക ഒന്നാം സമ്മാനം 62,500 രൂപയും, രണ്ടാം സമ്മാനം 50,000 രൂപയും, മൂന്നാം സമ്മാനം 43,750 രൂപയും ട്രോഫികളും നൽകുന്നതാണ്. ഈ വർഷം മുതൽ മികച്ച പുലിവരയ്ക്ക് സമ്മാനം നൽകുന്നതിന് കോർപ്പറേഷൻ തീരുമാനിച്ചു. പങ്കെടുക്കുന്ന പുലിക്കളി ടീമുകൾ ആഗസ്റ്റ് 15 മുൻപായി രജിസ്റ്റർ ചെയ്യണം. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് ഭഗവതി കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്റർ സുമിയെ ഓടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായ കൃഷിനാശവും വരുത്തി. മതിലും ഗേറ്റും തകർത്തു. 3 വർഷമായി കാട്ടാന ശല്യം തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചേർപ്പ് പോലീസ് മുൻ ഇൻസ്പെക്ടർ രമേശ്, CC മുകുന്ദൻ MLAയുടെ മുൻ PA അസ്ഹർ മജീദിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചുവെക്കുകയും കേസെടുക്കുകയും ചെയ്ത സംഭവത്തിൽ ചേർപ്പ് ഇൻസ്പെക്ടർക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജൂൺ 14 ചേർപ്പ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ CC മുകുന്ദൻ MLAയുടെ മുൻ PA അസ്ഹർ മജീദിന്റെ കയ്യിൽ നിന്നും അനുവാദമില്ലാതെ ഫോൺ പിടിച്ചുവെക്കുകയും വ്യാജ കേസ് ചുമത്തുകയും ചെയ്ത സംഭവത്തിൽ ചേർപ്പ് ഇൻസ്പെക്ടർ രമേശിന് ജാഗ്രതാ കുറവുണ്ടായെന്ന് തൃശൂർ റേഞ്ച് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. അസ്ഹർ മജീദ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് DIG ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. വിഷയത്തിൽ ചേർപ്പ് ഇൻസ്പെക്ടർ രമേശിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും പരാതി ഉയർന്ന സാഹചര്യത്തിൽ 17/7/2025 അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ശാരീരിക ക്ഷമതയും ചിട്ടയാർന്ന ജീവിതചര്യയും കൊണ്ട് പ്രായത്തെ പിന്നിലാക്കുകയാണ് ചാഴൂർ സ്വദേശിയായ ഈ കരാട്ടെ മാസ്റ്റർ. 6000-ലേറെ ശിഷ്യരുള്ള ഈ 73-കാരന്റെ കരാട്ടെ ജീവിതം ഇപ്പോഴും ഊർജ്ജസ്വലമാണ്. ട്രഡീഷണൽ ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യൻ പ്രതിനിധിയും മുഖ്യ പരിശീലകനുമാണ് 8th ഡാൻ ബ്ലാക്ക് ബെൽറ്റായ ചാഴൂർ സ്വദേശി ഷിഹാൻ ഉസ്മാൻ.
കരാട്ടയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഷിഹാൻ ഉസ്മാന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 6000-ഓളം ശിഷ്യരുണ്ട്. ഇവരിൽ 4000-ഓളം പേർ ബ്ലാക്ക് ബെൽറ്റുകളാണ്. പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ പരിശീലനത്തിലൂടെ ടെസ്റ്റുകൾ പിന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് നേടുമ്പോഴേക്കും ഇദ്ദേഹം കരാട്ടെ പരിശീലകനായി മാറിക്കഴിഞ്ഞിരുന്നു. കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിഫെൻസ് ആണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ മയക്കുമരുന്നിനുമൊക്കെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായം, വളരെ രഹസ്യമായി നടക്കുന്നൊരു സമ്പ്രദായം നിലവിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കരാട്ടെ പഠനത്തിൽ കൂടെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർ പഠിക്കുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കം. സമൂഹത്തിൽ നിന്ന് പലതരത്തിൽ സ്വാധീനം കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആ സ്വാധീന ശക്തികളെ എങ്ങനെ നേരിടണം, ഏത് വിധത്തിൽ നേരിടണം എന്നൊക്കെ കരാട്ടയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇന്ന് കരാട്ടയിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ വരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം തന്നെ അവരുടെ ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ. അതുപോലെ ശാരീരികമായ ക്ഷമത, ഒരുപാട് നല്ല സ്കില്ല് ഉണ്ടാവാൻ കരാട്ടെ സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കരാട്ടെ ലൈഫിലെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. കൂലിപ്പണി, ബസ് ടിക്കറ്റ് ചെക്കർ, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ജീവനക്കാരൻ, പോലീസ് തുടങ്ങി വിവിധ കർമ്മരംഗങ്ങളിൽ മുഴുകിയപ്പോഴും കരാട്ടെ ഒപ്പമുണ്ടായിരുന്നു. ചാഴൂരിലെ സ്വന്തം പരിശീലന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് നേരിട്ട് പരിശീലനം നൽകിയും വിവിധയിടങ്ങളിൽ ശിഷ്യർ നടത്തുന്ന പരിശീലനങ്ങളിൽ മേൽനോട്ടം വഹിച്ചും ഇപ്പോഴും കരാട്ടയിൽ സജീവമാണ് ഈ മാസ്റ്റർ. ജീവിതസഖി ലത്തീഫ ബീവിയും വിവാഹിതരായ മക്കളും നൽകുന്ന പിന്തുണയും കരാട്ടയോടുള്ള ആത്മബന്ധവും സ്നേഹസമ്പന്നരായ ശിഷ്യഗണവുമാണ് പ്രായത്തെ പിന്നിലാക്കിയ ഊർജ്ജസ്വലതയുടെ കാരണമെന്നതിന് സാക്ഷ്യമാവുകയാണ് ഈ മാസ്റ്ററുടെ കർമ്മകാണ്ഡം. അരനൂറ്റാണ്ടിലേറെയായി കരാട്ടയിൽ സജീവമാണ് ഷിഹാൻ ഉസ്മാൻ. ഈ കാലഘട്ടത്തിനിടയിൽ ഈ 73-കാരന് സ്വന്തമായത് ആയിരക്കണക്കിന് ശിഷ്യരാണ്. ചാഴൂരിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. കുന്നംകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ വീട്ടിൽ ബിനീഷിനെയാണ് ശിക്ഷിച്ചത്. കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ജഡ്ജി S. ലിഷയാണ് ശിക്ഷ വിധിച്ചത്. 2017-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഭാര്യയും മക്കളുമുള്ള പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി കോയമ്പത്തൂരിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ് കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. എടക്കുളം സ്വദേശി വില്ലമംഗലത്ത് ബാബുവിന്റെ മകൻ 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. 3 പീടിക ഇരിങ്ങാലക്കുട റൂട്ടിൽ KSC ലിമിറ്റഡ് കമ്പനിക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിൽ തെന്നി നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. പുതുക്കാട് പാഴായിയിൽ വീട്ടിൽ കയറി സ്ത്രീയെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. പാഴായി സ്വദേശി തമിഴൻ വീട്ടിൽ വിഷ്ണുവിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുമുറ്റത്തെത്തിയ പ്രതി പരാതിക്കാരിയുടെ മകനോട് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. മുറ്റത്ത് കിടന്നിരുന്ന വിറകെടുത്താണ് ഇയാൾ സ്ത്രീയെ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊണ്ടാഴി മായന്നൂർ കൂട്ടിൻമുക്കിൽ 50ഓളം കുടുംബങ്ങൾക്ക് ദുരിതയാത്ര. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മൂലമണ്ണൂർ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം വരെയുള്ള റോഡ് ചെളിക്കുളമായി മാറി. ഒരു മഴ പെയ്താൽ 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ചെളിക്കുളം താണ്ടി വേണം സ്കൂളിലെത്താൻ. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്കും യാത്ര കഠിനം തന്നെ. ഈ വഴിയുള്ള കാൽനട യാത്ര പോലും ദുരിതമായി മാറി. തകർന്നുകിടക്കുന്ന റോഡിൽ ഓട്ടോ ടാക്സികളും സർവീസ് നടത്താൻ മടിക്കുകയാണ്. ഇതുമൂലം ആശുപത്രി ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയാതായി. ഇരുചക്ര വാഹന യാത്രക്കാർ ചെളിയിൽ തെന്നി വീഴുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറോടക്കം നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ആവശ്യമായ പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ഈ ചളിക്കൂടെ വരാനൊന്നും പറ്റില്ല, അമ്പലത്തിലേക്ക് വരാറുമില്ല. ഇന്നിപ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് ഒന്ന് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ചളിയിലൊക്കെ ഇന്ന കാലത്തൊരു വയസ്സായ അമ്മമ്മ ഇവിടെ വീടും. ഇത് ഇതിലൊന്നും ചെയ്യുന്നില്ല, ഇവരെ ഞാനൊന്നും ചെയ്യില്ല. ആകെ ഒന്ന് മാത്രമേ വരുള്ളൂ. വേറെ ഒന്നും റോഡ് നോക്കാനോ ഒന്നിനൊരു ചുമതല ആർക്കും ഒരു ചുമതലയില്ല. അവർ വരുന്നു, അവരുടെ ഓരോ കാര്യങ്ങൾ വോട്ടിന് വേണ്ടി ചോദിച്ചു കൊടുത്തരല്ല. റോഡ് നേരാക്കണോ, ചളി ഉണ്ടോ, എവിടെ ഉണ്ടോ എന്ന് ഒരു മെമ്പർമാർക്ക് ആർക്കും ഒരു ആവശ്യമില്ല. വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും നടക്കണ വഴിയാണ്.
ഞങ്ങൾക്ക് ഇതൊന്ന് വൃത്തിയാക്കി തരണം. ഈ വീട്ടുകളിലേക്ക് കടക്കാൻ പാകില്ല, അങ്ങനെ ചളി കെട്ടി നിൽക്കുകയാണ്. ഉള്ളിലേക്കാണെങ്കിൽ ഒരാളും ആ വഴിക്കൊന്നും നോക്കില്ല. വീട്ടുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് വിറവ് പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ ഉള്ളിലേക്കുള്ള വഴിക്ക് ആരും തിരിഞ്ഞ് നോക്കും കൂടിയില്ല. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. കഴിഞ്ഞ ദിവസം ചെളി നിറഞ്ഞ റോഡിൽ മണ്ണടിച്ച് പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ ദുരിതം ഇരട്ടിയായി. ക്വാറി മിശ്രിതം ഉപയോഗിച്ചെങ്കിലും താൽക്കാലികമായി കുഴികൾ നികത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവല്ലുവാമല. കുന്നംകുളത്ത് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ഷമീറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോർക്കുളം മേഖലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിയെ പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ 2-ാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കേസെടുത്ത കുന്നംകുളം പോലീസ് കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെക്കുറിച്ച് വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം 9-ാം വാർഡിലെ തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് 4 മാസത്തോളമായി. 12ഓളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി. വർഷങ്ങൾക്ക് മുൻപ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനയ്ക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല ദിവസങ്ങളിലും വെള്ളമില്ല. ഇതോടെ ആഴ്ചയിൽ 400 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു. 4 മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളമടിക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 4-5 തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വെള്ളം വണ്ടി വരുമ്പോൾ 400 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ചു തരുന്നത്. അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാർ കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ തന്നെ അന്ന് മുതൽ വാട്ടർ അതോറിറ്റി ഈ ഒരു ബില്ലും ഞങ്ങൾക്ക് വരുന്നുണ്ട്. വെള്ളം ഇവിടെ ഇല്ലെങ്കിലും ബില്ല് വരുന്നുണ്ട്, അതടയ്ക്കുന്നുണ്ട്. അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ഇതിനായി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ VB ഷെഫീഖ് എന്നിവർ പറഞ്ഞു. TCV കയ്പമംഗലം. എടവിലങ്ങിൽ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. പനങ്ങാട് മുള്ളൻ ബസാർ സ്വദേശി പടിയത്ത് വീട്ടിൽ ശ്രീശാന്താണ് അറസ്റ്റിലായത്. കാര കുന്നേനി സ്വദേശി ഇളന്തുരുത്തി വീട്ടിൽ സച്ചിദാനന്ദ്, ഇയാളുടെ ജ്യേഷ്ഠൻ സൂരജ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ സിനിമാ തിയേറ്ററിൽ വെച്ച് യുവാക്കളെ ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ പിടിയിലായി. സിനിമ കഴിഞ്ഞിറങ്ങുകയ കോണത്തുകുന്ന് സ്വദേശി അക്ഷയ്, ഇരിങ്ങാലക്കുട മടത്തിക്കര സ്വദേശി ലിൻഡോ, കാറളം താണിശ്ശേരി സ്വദേശി സോജിൻ, പെരിങ്ങോട്ടുകര കിഴക്കുമുറി സ്വദേശി വിഷ്ണു എന്നിവരെ അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തികൊണ്ടും കല്ലുകൊണ്ടും ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലാണ് 3 സംഘം പിടിയിലായത്. നാട്ടികയിൽ കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. തൃപ്രയാർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷാജി എന്ന ബസ്സിലെ കണ്ടക്ടറായ SN പുരം പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി കൊട്ടേക്കാട് വീട്ടിൽ അനീഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ പോകുന്നതിനായി നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിലേക്ക് കയറുമ്പോഴാണ് ഇയാൾ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയത്. സംഭവത്തിൽ ബസ്സും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷോപ്പിൽ നിന്നും 40,000 രൂപയുടെ സിഗരറ്റ് ബണ്ടിലുകളും 1000 രൂപയും മോഷണം ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിലായി. പാലക്കാട് സ്വദേശി വെട്ടുകാട് വീട്ടിൽ രമേഷിനെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. തൃശൂർ MG റോഡിന് സമീപത്തുള്ള ഷോപ്പിൽ നിന്നും 40,000 രൂപയുടെ സിഗരറ്റ് പാക്കറ്റുകൾ അടങ്ങുന്ന ബണ്ടിലുകളും 1000 രൂപയുടെ ചില്ലറയും മോഷണം പോയ കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത വെള്ളക്കെട്ടിൽ വലഞ്ഞ് തൃശൂർ നഗരം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. അശ്വിനി ആശുപത്രിയുടെ പ്രവർത്തനം മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇക്കണ്ടവാര്യ റോഡും മുണ്ടുപാലം റോഡും കനത്ത വെള്ളക്കെട്ടിലായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി.
ജില്ലയിലെ മലയോര മേഖലകളെ വിറപ്പിച്ച് പേമാരി. പാലപ്പിള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. പുത്തൂർ പുത്തൻതോട് കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം 2.5 മണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു. സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച് കാനയിലേക്ക് ഒഴുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ വാഹനം ഗുരുവായൂർ പോലീസ് പിടിച്ചെടുത്ത നടപടി ചട്ടം പാലിച്ചില്ലെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. ഓണത്തോടനുബന്ധിച്ചുള്ള പുലിക്കളി മഹോത്സവത്തിന് കോർപ്പറേഷൻ ഒരുക്കങ്ങൾ തുടങ്ങി. ഈ വർഷം മുതൽ മികച്ച പുലി വരയ്ക്കും സമ്മാനം നൽകുമെന്ന് കോർപ്പറേഷൻ. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.